ഇസ്രായേൽ കരാർ ലംഘിച്ചതോടെ ആയുധ ശേഖരങ്ങൾ സുരക്ഷിത മേഖലയിലേക്ക് ഹമാസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ചില പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നു. കരാർ വ്യവസ്ഥ ലംഘിക്കുമെന്ന് ഏറെക്കുറെ ഹമാസിന് ഉറപ്പാണ്, അല്ലെങ്കിൽ ലോകം അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുറച്ച് വൈകിയാണ് അവർ കരാർ ലംഘിക്കുക എന്നായിരുന്നു വിശ്വസിച്ചത്. പക്ഷേ അങ്ങനെയല്ല, തിരിച്ചാണ് സാഹചര്യങ്ങളൊക്കെ മാറിയിരിക്കുന്നത്. ആദ്യത്തെ ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം ഹമാസിനായിരുന്നു 20 ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളത്. 7 പേരെയും പിന്നീട് 13 പേരെയും മോചിപ്പിച്ചുകൊണ്ട് ആ ഉത്തരവാദിത്വം പൂർണ്ണമായ രീതിയിൽ ഹമാസ് അംഗീകരിച്ചു. പിന്നീട് സമാനമായ രീതിയിൽ ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. അതൊരു കൃത്യതയോടുകൂടി ഇസ്രായേൽ ചെയ്തിട്ടില്ല. ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലും ലിസ്റ്റിൽപ്പെട്ട എല്ലാവരും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നുള്ള പരാതി മധ്യസ്ഥരോട് ഗസയ്ക്ക് വേണ്ടി ഹമാസ് പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നു. പിന്നീട് മൃതദേഹ കൈമാറ്റവുമായി ബന്ധപ്പെട്ടതാണ് 4 മൃതദേഹങ്ങൾ ആദ്യഘട്ടത്തിൽ കൈമാറി. ബാക്കി മൃതദേഹങ്ങൾ ഘട്ടം ഘട്ടമായിട്ടാണ് കൈമാറുക എന്നുള്ളത് ഹമാസ് പറഞ്ഞു. അതിനവർ പറയുന്ന കാര്യം, ഗസയുടെ സർവ്വമേഖലയും തകർന്നിരിക്കുന്നു. റോഡ് സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. ബിൽഡിങ്ങുകൾ തകർന്നത് ഇപ്പോഴും നീക്കം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഈ ബന്ദികളുടെ മൃതദേഹം പല മേഖലകളിലും പല വ്യക്തികളുടെ കൈവശത്തിലുമാണുള്ളത്. അവരിൽ നിന്ന് കൈമാറ്റം ചെയ്ത് ഇസ്രായേലിൽ എത്തിക്കാൻ സമയമെടുക്കും. തങ്ങൾ ഫാസ്റ്റായിട്ട് വേഗത്തിൽ ആ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ താമസം വരാനുള്ള കാരണം ഇതാണ് എന്ന കാര്യം ഹമാസ് ഇസ്രായേലിനെ മധ്യസ്ഥര മുഖാന്തരം അറിയിച്ചിട്ടുണ്ടെങ്കിലും അത് ഇസ്രായേൽ സ്വീകരിച്ചിട്ടില്ല. കരുതിക്കൂട്ടി തന്നെ അവർ സമയം വൈകിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അതോടനുബന്ധിച്ചാണ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായത് എന്നും പറയുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ കരാർ ലംഘിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഉദാഹരണങ്ങൾ ഹമാസ് മധ്യസ്ഥരായിരിക്കുന്ന ഖത്തറിനെയും ഈജിപ്തിനെയും അറിയിച്ചിരിക്കുകയാണ്. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: വളരെ കൃത്യതയോട് കൂടിയാണ് ബന്ദി കൈമാറ്റവും മൃതദേഹ കൈമാറ്റവും തയ്യാറാക്കിയത്. പ്ലാൻ അടിസ്ഥാനത്തിലാണ്. എന്നാൽ തങ്ങളത് വളരെ കൃത്യതയോടുകൂടി ചെയ്യുന്നുമുണ്ട്. ആരുടെയൊക്കെ മൃതദേഹം എന്ന് ബോധ്യപ്പെട്ട മൃതദേഹമാണ് 4 പേരെ ആദ്യവും പിന്നീട് 4 പേരെയും കൈമാറിയത്. എന്നാൽ ഇസ്രായേൽ ഫലസ്തീനുകൾക്ക് നൽകിയിരിക്കുന്ന മൃതദേഹം 45 പേരുടേതാണ്. ആരുടെ മൃതദേഹത്തിൻ്റെ മേലെയും അല്ലെങ്കിൽ ആ തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട് ആരുടെയും പേര് അതിൽ പരാമർശിക്കുന്നില്ല. അതുകൊണ്ട് ഇവരെ DNA പരിശോധനയോ മറ്റോ നടത്തിയിട്ട് ഈ മൃതദേഹം ആരുടേതെന്ന് കണ്ടെത്താനുള്ള വലിയ ശ്രമം ഹമാസ് നടത്തേണ്ട, അല്ലെ ഗസക്കാർ നടത്തേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഇസ്രായേൽ ചതിപ്രയോഗത്തിലൂടെയാണ് കൊണ്ടെത്തിച്ചത്. ഓരോ വ്യക്തിയെക്കുറിച്ചും വളരെ കൃത്യമായ രീതിയിൽ ഇസ്രായേലിന് അറിയാം. ഇസ്രായേലിൻ്റെ ജയിലിൽ കിടക്കുന്ന ഒരു ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവർ അടിവസ്ത്രം അയച്ച് പോലും പരിശോധിക്കുകയും അങ്ങനെ തന്നെ സ്കാനിങ് പോലെ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് വെക്കുകയും ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതുകൊണ്ട് അവർ ഉദാഹരണം പറയുന്നത് എങ്ങനെയാണ്: ഹമാസിൻ്റെ നേതാവായിരിക്കുന്ന യഹിയ സിൻവാർ ഗസയിൽ വെച്ച് കൊല്ലപ്പെട്ടപ്പോൾ അവർ മരിച്ചു കിടക്കുന്ന യഹിയ സിൻവാറിൻ്റെ വിരൽ മുറിച്ചെടുത്തിട്ടാണ് DNA പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഇദ്ദേഹം ഈ മരിച്ചു കിടക്കുന്ന ആൾ യഹിയ സിൻവാറാണെന്ന് അവർക്ക് ബോധ്യമായി. അതിൻ്റെ കാര്യം 20-ലധികം വർഷം ഇസ്രായേൽ ജയിലിൽ കിടന്ന വ്യക്തിയാണ് യഹിയ സിൻവാർ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഫിംഗറും ബന്ധപ്പെട്ട രേഖകളും കൃത്യതയോടുകൂടി ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്നതിനാൽ ആ ഫിംഗറിൻ്റെ അടയാളങ്ങൾ നോക്കി വളരെ പെട്ടെന്ന് തന്നെ 1 സെക്കൻഡ് കൊണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇദ്ദേഹമാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിച്ചു. പിന്നീട് ഈ മേഖലയിലേക്ക് ഇസ്രായേലിൻ്റെ സൈനികർ വന്നുകൊണ്ട് ഈ മൃതദേഹം വലിച്ചെടുത്ത് കൊണ്ടുപോയി എന്നുള്ളതാണ്. അതിന് ഒരു ഉദാഹരണം പറയുന്ന കാര്യം ഇങ്ങനെയാണ്: വളരെ പെട്ടെന്ന് തന്നെ യഹിയ സിൻവാറിൻ്റെ ബോഡി മനസ്സിലാക്കാൻ സാധിച്ച ഇസ്രായേലിന് 15 വർഷവും 20 വർഷവും ജയിലിൻ്റെ അകത്ത് കടന്ന പാലസ്തീനികളുടെ മൃതദേഹത്തിനോട് അനാദരവ് കാണിച്ചത് എന്തിനാണ് എന്നാണ് ചോദിക്കുന്നത്. ഇവരുടെ പേരും വിവരങ്ങളും അഡ്രസ്സുകളും എല്ലാ കാര്യവും കൃത്യതയോടുകൂടി ഇസ്രായേലിന് അറിയാം. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മൃതദേഹം മാത്രമാണ് ഹമാസിന് അല്ലെങ്കിൽ ഗസക്കാർക്ക് ബന്ധപ്പെട്ടവർക്ക് വിട്ടുകൊടുക്കുന്നത്. പിന്നീട് അവർ ഒരുപാട് പയക്കം ചെന്ന മൃതദേഹമാകുന്ന സമയത്ത്
തിരിച്ചറിയാനൊക്കെ വലിയ പ്രയാസം ഉണ്ടാവും. ആ പ്രയാസം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് ചെയ്തതാണ്. ഇതൊരു കരാർ ലംഘനമാണ്. കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ നൽകാൻ അവസരമുണ്ടായിട്ടും സാഹചര്യമുണ്ടായിട്ടും അത് ചെയ്യാതെ പ്രയാസം അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മൃതദേഹത്തോട് പോലും അനാദരവ് കാണിക്കുന്ന അല്ലെങ്കിൽ ശത്രുത കാണിക്കുന്ന ഒരു സമീപന രീതിയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുകൂടി മധ്യസ്ഥരെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. മധ്യസ്ഥർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. അതിൻ്റെ പ്രതികരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതോടൊപ്പം ഈ കരാർ ലംഘിച്ചു, ഈ IDF സംഘം ഗസ വിട്ടു പോയിട്ടില്ല, അവരൊരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണ്, അവർ മുന്നേറ്റം നടത്താൻ സാധ്യതയുണ്ട്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുകയോ അല്ലെങ്കിൽ ആയുധം ഈ വെസ്റ്റ് ബാങ്കിലെ സർക്കാരിന് സമർപ്പിക്കുകയോ ചെയ്യേണ്ട ഒരു സ്ഥിതി വരികയാണെങ്കിൽ ആ സാഹചര്യത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്യുന്നത് സുരക്ഷിത മേഖലയിലേക്ക് അവരുടെ ഏറ്റവും തന്ത്രപ്രധാനമായിരിക്കുന്ന ആയുധങ്ങളുടെ ശേഖരം മാറ്റിയിട്ടുണ്ട്, അല്ലെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ സാധിക്കില്ലേ എന്ന ചോദ്യങ്ങളൊക്കെ ഇവിടെ പ്രസക്തമായിട്ട് വരുന്നുണ്ട്. പക്ഷേ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത വിധമുള്ള സംവിധാനങ്ങൾ അവരുടെ കൈവശത്തിൽ ഉണ്ട് എന്നതാണ്. 2 വർഷമായിട്ട് ബന്ദികളെ കണ്ടെത്താൻ വേണ്ടി ഇസ്രായേൽ രാവും പകലും 24 മണിക്കൂറും അമേരിക്കയുടെ സഹായത്തോടു കൂടി ലോകത്തിൽ ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന സംവിധാന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും പോലും നടത്തിയിട്ടും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരൊരു പരിധി വരെയുള്ള ആയുധങ്ങൾ തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇസ്രായേലിനെതിരെ, അതുകൊണ്ട് തങ്ങളുടെ കൈവശത്തിലില്ല എന്നും ഇത്രത്രേ ഉള്ളൂ എന്നും പറയാൻ സാധിക്കുന്ന വിധം അവരുടെ കൈവശത്തിലുള്ളത് തന്ത്രപ്രധാന മേഖലയിലേക്ക് മാറ്റാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന തരത്തിലൊക്കെ പ്രാദേശിക തലത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നു. മാത്രമല്ല ഈ 2ാം ഘട്ടത്തിൽ ഇപ്പോൾ ഒരു സഹായ വിതരണത്തെ ഇസ്രായേൽ നിയന്ത്രിക്കുന്നു. മുൻപ് വരുന്ന പോലെയുള്ള വാഹനങ്ങൾ ട്രക്കുകളൊന്നും കടത്തിവിടുന്നതിൽ ഒക്കെ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. അങ്ങനെ ഈ മേഖല സ്വതന്ത്രമായ രീതിയിലുള്ള വാതിൽപ്പുറമായി കാണണം എന്ന കരാർ വ്യവസ്ഥ അപ്പാടെ തന്നെ അംഗീകരിക്കാൻ വേണ്ടി ഇസ്രായേൽ തയ്യാറാകുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഭക്ഷ്യധാന്യവുമായിട്ട് എത്തുന്ന വാഹനങ്ങളെ തടയുന്ന പ്രവൃത്തികൾ. അത് കരാർ ലംഘനമാണ്. അതിപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളത്. 9 പേരെ വെടിവെച്ച് കൊന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്നു യെല്ലോ ലൈൻ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇസ്രായേൽ സൈനികരുള്ള ഭാഗത്തേക്ക് അങ്ങോട്ട് പ്രവേശിക്കരുത് എന്നാണ്. ഈ മേഖല അതിക്രമിച്ച് കടന്ന പോലെയാണ് ഫലസ്തീനികൾ വന്നത്, അതുകൊണ്ടാണ് വെടിവെച്ചതെന്ന് പറയുന്നു. തിരിച്ചു പറയുന്ന കാര്യം ഈ മേഖലയിലേക്കൊന്നും ഫലസ്തീനികൾ എത്തിയിട്ടില്ല. അവരുടേതായിരിക്കുന്ന വീടുകൾ തിരയുകയാണ്. തകർന്ന വീടിൻ്റെ അകത്ത് അവരുടെ ബന്ധുക്കളുണ്ടോ എന്ന് തിരയുന്ന ആ സമയത്താണ് വെടിവെപ്പ് നടത്തിയത്. വെടിവെച്ച് കൊല്ലപ്പെട്ടതിൽ സ്ത്രീകളുമുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ ഈ വിവരിക്കാൻ പറ്റാത്ത വിധം മാറിക്കൊണ്ടിരിക്കുകയാണ്. കരാർ വ്യവസ്ഥ അപ്പാടെ തന്നെ പൂർണ്ണ തോതിൽ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുമോ എന്ന കാര്യത്തിലൊക്കെ വലിയ സംശയങ്ങളാണ്. നിരായുധീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ 2ാം ഘട്ടത്തിൽ ചർച്ച ചെയ്യാം എന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. എന്നാൽ നിരായുധീകരണത്തിന് ഹമാസ് തയ്യാറാണ് എന്ന് ഇതുവരെ അവർ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഫലസ്തീൻ്റെ ഗോത്രങ്ങളും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഗോത്രങ്ങൾക്ക് ആയുധം നൽകിക്കൊണ്ട് ഹമാസിനെതിരെ യുദ്ധം ചെയ്യാനുള്ള പ്രോത്സാഹനം ഇസ്രായേൽ നൽകുന്നു എന്ന് ഹമാസ് ആരോപിക്കുന്നു. അപ്പോൾ രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് സ്വാഭാവികപരമായിട്ട് യൂറോപ്യന്മാരും അമേരിക്കക്കാരും ചെയ്യുന്നതാണ്. അതിനെ തുറച്ചപ്പോൾ ഇസ്രായേലും ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പിന്നീട് ഇസ്രായേലിൻ്റെ സൈനികരെ ശ്രദ്ധിക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ശ്രമിച്ചപ്പോൾ പിന്നീട് ബ്രിട്ടനെതിരെ നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോരാടാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാർക്ക് സമയമില്ലാതെ പോയ ഒരുപാട് കാലങ്ങളുണ്ടായിരുന്നു. വല്ലാതെ വൈകിയാണ് അത് തിരിച്ചറിഞ്ഞത് എന്ന് ചുരുക്കം. ആ സമാന സാഹചര്യങ്ങൾ ഇപ്പോൾ ഗസയിൽ സൃഷ്ടിക്കുന്നു. അവിടുത്തെ വളരെ പ്രധാനമായിരിക്കുന്ന ഗോത്ര വിഭാഗത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് അവർക്ക് ആയുധം നൽകിക്കൊണ്ട് ഹമാസിനെതിരെ പോരാടുക, ഇതിന് ആ ഭരണം നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിശ്വസിപ്പിക്കുന്ന ഒരു പ്രവർത്തനം ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ അവസാനത്തെ നമ്മളെ വിവരം നോക്കുന്ന സമയത്ത് ആയുധശേഖരങ്ങൾ സുരക്ഷിത മേഖലയിലേക്ക് മാറ്റുക എന്നതുകൊണ്ട് 2 അർത്ഥമുണ്ട്. ഒരുവിധം ഹമാസിൻ്റെ ആളുകൾ ബംഗറിലേക്ക് ഒതുങ്ങിയിട്ട് ഇസ്രായേലിനെതിരെ വലിയ യുദ്ധത്തിന് തയ്യാറെടുപ്പ് നടത്താൻ സാധ്യതയുണ്ട് എന്നുകൂടി ഇതിനിടയിൽ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.